നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ശക്തമായ ഭൂചലനം. ഇന്ന് രാവിലെ 9:50 റെക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഹരിയാനയിലെ ജഞ്ചാറ ജില്ലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭൂചലനത്തിന്റെ പ്രകമ്പനം ഡൽഹിയിൽ ഉടനീളവും യുപിയിലെ നോയിഡയിലും ഗാസിയാബാദിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. വീടുകളിൽ ഫാനുകളും മറ്റ് ഉപകരണങ്ങളും ആടി ഉലയുന്നതോടുകൂടി ജനങ്ങൾ ഭയന്ന് പുറത്തേക്ക് ഓടിയെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നോയിഡയിലും ഗുരുഗ്രാമിലും ഓഫീസുകളിൽ കമ്പ്യൂട്ടർ കുലുങ്ങുകയും ഷെൽഫിലും മറ്റുമുണ്ടായിരുന്ന സാധനങ്ങൾ നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഭൂകമ്പത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പരിശോധനകൾ നടത്തിവരികയാണ്. അതേസമയം ഡൽഹി NCRൽ കനത്ത മഴയെ തുടർന്ന് ദേശീയ തലസ്ഥാന മേഖലയിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറി ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ഗതാഗതത്തെ ബാധിച്ചു. ഇത് ട്രാഫിക് പോലീസിൽ നിന്ന് ജാഗ്രത നിർദ്ദേശം നൽകി. സഖീറ റെയിൽവേ അണ്ടർപാസ് റോഡ് നമ്പർ 40ൽ വെള്ളം കയറിയതിനാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ഗതാഗതം സ്തംഭിച്ചു. ഇന്റർലോക്ക് ചൌക്കിന് സമീപം വഴിതിരിച്ചുവിടലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രി നഗർ, KT ചൌക്ക് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഗതാഗതം ചൌധരി നഹർ സിംഗ് മാർഗിലേക്കും തിരിച്ചുവിട്ടിരുന്നു. യാത്രക്കാർ ഈ പ്രദേശം ഒഴിവാക്കി സുഗമമായ യാത്രയ്ക്കായി ഇതര വഴികൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഡൽഹി ട്രാഫിക് പോലീസ് എക്സിൽ പറഞ്ഞു. മഴ ചൂടിന് ആശ്വാസം നൽകിയെങ്കിലും ഡൽഹി, ഗുഡ്ഗാവ്, നോയിഡ എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ റോഡിലൂടെയും സഞ്ചരിക്കാൻ പാടുപെടുന്നതിനാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ദേശീയ തലസ്ഥാനത്ത് കനത്ത മഴ പെയ്യുന്നതിനായി വാർത്താ ഏജൻസിയായ PTI പങ്കിട്ട ദി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ദൃശ്യം വ്യക്തമാക്കുന്നു. തുടരുന്നതും വരാനിരിക്കുന്നതുമായ കനത്ത മഴയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിരവധി പ്രത്യാഘാതങ്ങൾ IMD വിവരിച്ചിട്ടുണ്ട്. ഡൽഹി NCRന്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെ നഗരപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനും സാധ്യത കൂടുതലാണ്. വെള്ളപ്പൊക്കം കാരണം ദുർബലമായ സ്ഥലങ്ങളിലെ അണ്ടർപാസുകൾ താൽക്കാലികമായി അടച്ചേക്കാം. കനത്ത മഴ ഇടയ്ക്കിടെ ദൃശ്യപര്യത കുറയ്ക്കാൻ കാരണമാകും. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടേക്കാം. ഇത് യാത്രാ സമയം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. വഴുക്കലുള്ള റോഡുകളിലും മോശം ദൃശ്യപര്യതയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുറത്തെ ബിസിനസ് പ്രവർത്തനങ്ങളെയും പതിവ് പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കനത്ത മഴ തോട്ടങ്ങൾ, പൂന്തോട്ട പരിപാലനം, ആസ്തികൾ, അതുപോലെ തന്നെ നിലനിൽക്കുന്ന വിളകൾ എന്നിവയ്ക്ക് നാശമുണ്ടാക്കും. താൽക്കാലിക ഭവനങ്ങളും ദുർബലമായ മതിലുകളും ഉൾപ്പെടെയുള്ള ദുർബലമായ ഘടനകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചേക്കാം. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ ഗതാഗത ഉപദേശങ്ങളും പാലിക്കണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്ര ഒഴിവാക്കണമെന്നും IMT താമസക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആളുകൾ വീടിനുള്ളിൽ തന്നെ കഴിയണം. എല്ലാ ജനലുകളും വാതിലുകളും സുരക്ഷിതമായി അടച്ചിട്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ സുരക്ഷിതമായ അഭയം തേടണം. കനത്ത മഴക്കാലത്ത് മരങ്ങൾക്കിടയിൽ അഭയം തേടുന്നത് ശക്തമായി നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം ഇത് പരിക്കേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട്.